ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സൽമ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റും ബ്യൂട്ടീഷ്യനുമാണ്. നമ്മളുടെ ഈ ചാനലിൽ സൗന്ദര്യത്തിനെക്കുറിച്ച്, സൗന്ദര്യം പറഞ്ഞാൽ കുറച്ച് ഫാഷനും പിന്നെ ആരോഗ്യം ചേർന്നതല്ലേ സൗന്ദര്യം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് ഉണ്ടാവുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ഈ ചാനലിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഫേസ് പാക്കും അതുപോലെ തന്നെ ഒരു ക്രീമുമാണ്. ഇതൊരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവട്ടെ, കരിവാളിപ്പോ അല്ലെങ്കിൽ റിങ്കിൾസോ എന്ത് പ്രശ്നമാണെങ്കിലും, അതിപ്പോൾ ഏത് സ്കിൻ ടൈപ്പ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളതായാലും കുഴപ്പമില്ല, നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറ് ഏത് സ്കിന്ന് കളറായാലും, ഇരുന്നറോ വെളുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് കളർ കുറവോ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ഏത് രാജ്യത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ 100% ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ഉപയോഗിക്കണം. ഒരാഴ്ചയെങ്കിലും തുടർച്ചയായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റം കണ്ടു തുടങ്ങും. നിങ്ങളത് ഉപയോഗിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട്, ഈ ക്രീം എങ്ങനെ ഉണ്ടാക്കുക അതിനെക്കുറിച്ചിട്ട് പറയുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും, യൂട്യൂബ് ആവട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവിടെയും ഒരു ഹൈലൂറോണിക് ആസിഡിൻ്റെ പരസ്യം കാണാം. ഓരോ കമ്പനികളും അതിൻ്റെ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സിറംസ് ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടും ഉണ്ട് എന്നാണ് പറയണത്. അറിയില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്താണ് ഈ ഹൈലൂറോണിക് ആസിഡും അത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതിൻ്റെ ആവശ്യം എന്താണ് അതും ഞാൻ പറഞ്ഞുതരാം. ഈ ഹൈലൂറോണിക് ആസിഡ് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഈർപ്പം നിലനിർത്തുന്ന പണിയാണ് ഹൈലൂറോണിക് ആസിഡിനുള്ളത്. അതിപ്പോൾ അഥവാ ശരീരത്തിൻ്റെ ഈർപ്പം കുറഞ്ഞു കഴിഞ്ഞാലും അടുത്ത എവിടെയെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ, അത് അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും ഈർപ്പുണ്ടെങ്കിൽ അതിനെ വലിച്ചെടുത്ത് അത് ശരീരത്തിന് കൊടുക്കും. അതുപോലെ തിരിച്ചു തന്നെ, അതായത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്, ഈർപ്പൊട്ടും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ള ഈർപ്പത്തിനെ വലിച്ച് അങ്ങോട്ട് ഇടുകയും ചെയ്യും, പുറത്ത് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തോലൊക്കെ പോയി അങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആവുന്നത് ഈ ഹൈലൂറോണിക് ആസിഡിൻ്റെ പണിയാണ്. ഇത് ഈർപ്പത്തിനെ വലിച്ചെടുക്കലും കൊടുക്കലും, ഇല്ലാത്ത ഭാഗത്ത് കൊടുക്കും. അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഹൈലൂറോണിക് ആസിഡിൻ്റെ ഉപയോഗം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഈർപ്പം നിലനിർത്താൻ പറ്റും. അപ്പോൾ ഈ ആൻറ്റി ഏജിങ് നമ്മൾ പ്രോസസ്സ് ഓരോന്നും ചെയ്യണില്ല. ക്രീം ഉപയോഗിക്കുക, അതുപോലെ മസാജിങ് ചെയ്യുക. അതിൻ്റെ ഒക്കെ മെയിൻ ഉദ്ദേശം നമ്മുടെ ശരീരത്തിലുള്ള ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ്. ഹൈലൂറോണിക് ആസിഡിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ? നമ്മളുള്ള സ്കിന്നിൻ്റെ മോയ്സ്ചറിനെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഹൈലൂറോണിക് ആസിഡ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഈ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയ സിറംസിന് ഇത്ര ഡിമാൻഡ് വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് അധികം പൈസ ഒന്നും ചിലവാവാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ഗുണം, അതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയ സിറംസിനെക്കാട്ടിലും 10 ഇരട്ടി കൂടുതലാണ് എന്നുള്ളത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് മാത്രം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. കമൻറ്റ് ചെയ്ത് അറിയിപ്പിക്കണം എന്നൊന്നുമില്ല. അറിയിപ്പിച്ചാൽ വലിയ അതുപോലെ കൊറിയൻസ് ചൈനക്കാർ ഇവരുടെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് റൈസ് വെച്ചിട്ട് അവർ ഒരുപാട് സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും അവരുടെ കഴിക്കുന്നതാണെങ്കിലും ഒരു റൈസ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീമിലും മെയിനായിട്ടുള്ളത് അരിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ മുഴുവനായി കാണുക. അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. അപ്പോൾ തലേദിവസം ഇട്ട് വയ്ക്കുക. ഏത് അരി വേണമെങ്കിലും ഉപയോഗിക്കാം, പക്ഷേ വെള്ള അരിയാണ് കൂടുതൽ നല്ലത്, പച്ചരി. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അത് മുറിച്ചിട്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നന്നായി വേവിക്കണം. കുക്കറിലിട്ട് വേവിച്ചാലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ വേവിച്ചാലും മതി. അപ്പോൾ കുതിർത്ത കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും.
ഇനി ഇതിനെ നന്നായി അരച്ചെടുക്കുക. ഒരു മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നുണ്ട്, ക്രീം ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം ക്രീം ഉണ്ടാക്കാം. അതിനാദ്യം നമ്മൾ അരച്ച അരിയും ഉരുളക്കിഴങ്ങും ഇല്ലേ വേവിച്ചത്, അതൊന്ന് അരിച്ചെടുക്കണം. അത് ക്രീം പോലെ ആവാൻ വേണ്ടിയിട്ട്, തരികളൊന്നും ഇല്ലാതിരിക്കാനാണ്. ഒരു തുണി എടുക്കുക, ഒരു വെള്ള തുണി എടുക്കുക, അല്ലെങ്കിൽ ഒരു സോക്സ് എടുത്താലും മതി. അതിൽ ഈ അരച്ച അരി ഉരുളക്കിഴങ്ങ് ക്രീം അതിലിടുക. ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അത് ഫുള്ളും ഒരു തരി പോലും ഇല്ലാതെ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ ഒരു ക്രീം പോലെ കിട്ടും. ഇത് നമുക്ക് ക്രീമിന് ഉപയോഗിക്കാം. അപ്പോൾ എത്ര വേണ്ടത്, ക്രീമിനെ കൂടുതൽ ഉണ്ടാക്കി വെക്കരുത്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ മാത്രം ഉണ്ടാക്കി വെക്കാം. 3-4 ദിവസം അത്ര ഉണ്ടാക്കിയാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായി പിഴിഞ്ഞെടുക്കുക. അങ്ങനെ കുറച്ച് ബലം കൊടുത്താൽ ഈസി ആയിട്ട് കിട്ടും, ഒരു ബുദ്ധിമുട്ടുമില്ല. ഫുൾ ക്രീം, ഒരൊറ്റ തരി ഉണ്ടാവില്ല, ക്രീമായിട്ട് നമുക്ക് കിട്ടും. ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരാൻ പോണത്. അപ്പോൾ ഇതിൽ ആദ്യം റോസ് വാട്ടർ, ഇതിപ്പോൾ എത്രയാണോ ആ ക്രീം കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ചേർക്കുക. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഇതിൽ ഞാനൊരു 2 ടീസ്പൂൺ, ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെ റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഗ്ലിസറിൻ. ഈ ഗ്ലിസറിനാണ് ഹൈലൂറോണിക് ആസിഡിൻ്റെ പണി ചെയ്യുന്നത്. ഗ്ലിസറിനും ഒരു ഹൈലൂറോണിക് ആസിഡ് കുടുംബത്തിൽപ്പെട്ടതാണ്. ഹൈലൂറോണിക് ആണോ പറയുക എന്നുള്ളത് അത്ര ഉറപ്പില്ല. എന്തായാലും ആ സാധനം, അപ്പോൾ ഇവരൊക്കെ ഒരു കുടുംബക്കാരാണ്. ഈ ഗ്ലിസറിനും ഹൈലൂറോണിക് ആസിഡ് ചെയ്യുന്ന അതേ പണിയാണ് ചെയ്യുക. ഇനി അടുത്തത് ബദാം ഓയിൽ. ഇതും ഒരു 2 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച്, ഇപ്പോൾ ഡ്രൈ സ്കിന്നാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക, ഓയിലി സ്കിന്നാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ക്രീമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് രാത്രിയോ വൈകുന്നേരങ്ങളിലോ തേച്ചിട്ട് കഴുകി കളയുന്നൊന്നുമില്ല, അങ്ങനെ ഇട്ട് വയ്ക്കാം. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ നേരം വെറും വെള്ളം ഒഴിച്ച് കഴുകി കളയാം. ഇത് ഉച്ച നേരങ്ങളിലൊന്നും തേക്കരുത്. ഒന്നെങ്കിൽ രാവിലെ നേരത്തെ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുളി കഴിഞ്ഞിട്ട് തേക്കുക. എന്നിട്ട് പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നന്നായി മിക്സ് ചെയ്ത് എടുത്ത് വെക്കണം. പുറത്ത് വെച്ചാൽ കേടുവന്ന് പോകും. ഒരു 3-4-5 ദിവസത്തിന് മാത്രം ഉണ്ടാക്കി വെക്കുക. ഇത് ഈ ക്രീം ഒരു കുപ്പി ഉള്ള ബോട്ടിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ ആക്കി വെക്കുക. പ്ലാസ്റ്റിക്കിനെ ആക്കി വെക്കണ്ട. ഇനി അടുത്തത് നമ്മളൊരു പാക്ക്. ഈ പാക്ക് ദിവസം ഇടുന്നത് നല്ലതാണ്, ഇടണം. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ദിവസം ഇട്ടാൽ വളരെ നല്ല റിസൾട്ട് കിട്ടും. കൂടെ ഞാനൊരു ടാപ്പിംഗ് ടെക്നിക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൂടെ ചെയ്യുക. അതും ഈ പാക്ക് ഇട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾ തന്നെ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതിന് ഈ ക്രീമിൻ്റെ കുറച്ചൊക്കെ, അപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങും അരിയും വേവിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ആവശ്യത്തിന് മാത്രം, ഓരോ ദിവസം ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നായതുകൊണ്ട് ഞാൻ പാൽപ്പാടയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ഓയിലി സ്കിന്നാണെങ്കിൽ തൈര് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വെറും പച്ചപ്പാൽ ഒഴിച്ചാലും മതി. ചിലർ ഈ തൈരും പാൽപ്പാടൊന്നും ചേരാത്ത ആൾക്കാർ പച്ചപ്പാൽ ഒഴിച്ചാൽ മതി. നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര്. അപ്പോൾ ചെറുനാരങ്ങ സ്കിന്നിന് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു വാദമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അത് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ള അരിയുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, പാലുണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് അങ്ങനെ പേടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ പാക്ക്. ഇത് ഇട്ടാൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിലും അതൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അത് സ്റ്റോർ ചെയ്യണം കേട്ടോ. അതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി നമ്മൾ അടുത്ത കലാപരിപാടി ഇത് പാക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ തന്നെ ഇട്ട് കാണിക്കണത് അതിൻ്റെ റിസൾട്ട് നിങ്ങളൊന്ന് നേരിട്ട് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട്. പാക്കൊക്കെ എപ്പോഴും ഇടുമ്പോൾ ഇങ്ങനെ താഴേക്ക് ഇടരുത്, മേലേക്ക് വേണം ഇടാൻ. താഴെ ഇട്ടാൽ സ്കിന്ന് തൂങ്ങും.
അപ്പോൾ ഇങ്ങനെ പാക്ക് എല്ലാ ഭാഗത്തും കട്ടിയിൽ തന്നെ ഇടണം കേട്ടോ. കവി ഉദ്ദേശിച്ചത് താഴെ ഇടാൻ പാടില്ല, മേലേക്ക് ഇടണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക, കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇത്രയും നിങ്ങളുടെ കയ്യിലുണ്ട് അതിനനുസരിച്ചിട്ട് ആദ്യം ഒരു പ്രാവശ്യം എല്ലാ ഭാഗത്തും ഒരുപോലെ ഇടുക, പിന്നെ ബാക്കിയുള്ളത് ഒന്നും കൂടെ ഒരു കോട്ടും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു റൗണ്ട് മസാജ് ചെയ്തിട്ട് ഒന്ന് സ്കിന്നിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാജും ചെയ്ത് പിന്നെ അത് ഒരു സെമി ഡ്രൈ ആവണ വരെ അതങ്ങനെ വയ്ക്കുക. അപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങും, ചിലർക്ക് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു പാക്ക് ഇടുന്നതിൻ്റെ സമയം എന്ന് പറയുന്നത് പകുതി ഉണങ്ങലാണ്. നന്നായി ഉണങ്ങി കഴിഞ്ഞിട്ട് എടുക്കാനും പാടില്ല, അത് സ്കിന്നിന് ഡാമേജ് ചെയ്യും. അതുപോലെ പെട്ടെന്ന് തന്നെ എടുത്താൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയില്ല. ഒരു പകുതി ഉണങ്ങിയ കഴുകിക്കളയുക, അതും ഒരു റൗണ്ട് മസാജ് കൊടുത്ത് കഴുകിക്കളയുക. അപ്പോൾ വല്ല ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും, സ്കിന്നിൽ നന്നായി അതൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. പിടിച്ചോ? അങ്ങനെ ചിരിക്കാനും ഇതിനൊന്നും പാടില്ല എന്നൊക്കെയാണ് പറയണതൊക്കെ, കേട്ടിട്ട് അതേപോലെ ചെയ്യാം. അപ്പോൾ അതാ ഒരു പകുതി ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ നന്നായിട്ടാണ്ട് കഴുകിക്കളയാം, ഒന്ന് റൗണ്ട് മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം കേട്ടോ. ഇത് ഒറ്റ പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്. കളറ് വരുത്താനല്ല നമ്മളെപ്പോഴും നോക്കേണ്ടത്, എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ്. ഒരു നല്ല തിളക്കം വരാനും അതുപോലെ ആരോഗ്യത്തോടുള്ള സ്കിൻ ഉണ്ടാവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ കളറൊന്നും ഒരു കാര്യമല്ല. അപ്പോൾ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇത് നന്നായി ബ്രൈറ്റായിട്ട് നല്ല ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇത്. ക്രീം രാത്രി നിങ്ങൾ കിടക്കുന്നതിൻ്റെ മുന്നേ തേച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിയാൽ മതി. അതൊരു ക്രീം ഫോമിൽ തന്നെ ആയിരിക്കും. അതല്ല നിങ്ങൾക്കത് അങ്ങനെ ബുദ്ധിമുട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ തേച്ചിട്ട് കിടക്കാൻ മുമ്പ് വെറുതെ വെള്ളമൊഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. പാക്ക് നിങ്ങൾ ദിവസം കുളിക്കാൻ പോണതിൻ്റെ മുന്നേ ഇതൊരു പാക്കായിട്ട് ഉപയോഗിക്കുക. ഇത് നിങ്ങൾ ഒരാഴ്ച തുടർച്ചയായി ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഞാൻ പറയുന്നുണ്ട്, റിസൾട്ട് കിട്ടും, ഒരു സംശയവുമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ തന്നെ ഓർക്കും. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.